നമസ്കാരം മക്കളെ, സാറാ ജോസഫിൻ്റെ മനോഹരമായ നോവലാണ് ആദി എന്നുള്ളത്. ആ നോവലിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന പാഠഭാഗത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ചോദിക്കുമ്പോൾ നമുക്ക് പറയാനാവും ആ കഥാപാത്രം തീർച്ചയായും അത് കുഞ്ഞുമാധവമ്മയും അതുപോലെ തന്നെ ദിനകരനുമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് മക്കളെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് കഥാപാത്ര നിരൂപണം. അപ്പോൾ ആദി എന്നുള്ള കഥയിലെ നമ്മൾ പരിചയപ്പെട്ട ദിനകരൻ എന്നുള്ള കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത്? ഒന്ന്, കഥാപാത്രത്തെ എന്ത് ചെയ്യുന്നു? കഥാപാത്രത്തെ പരിചയപ്പെടുത്തുകയാണ്. കഥാപാത്രത്തെ പരിചയപ്പെടുത്തൽ. എന്താണ് ആ പരിചയപ്പെടുത്തൽ? സാറാ ജോസഫ് എഴുതിയിട്ടുള്ള ആദി എന്നുള്ള നോവലിലെ മനോഹരമായ ഒരു കഥാപാത്രമാണ് ദിനകരൻ എന്ന് പറയുന്നു. അപ്പം എന്ത് ചെയ്തു? കഥാപാത്രത്തെ പരിചയപ്പെടുത്തി. ഇനി കഥയിലെ സ്ഥാനം, ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ദിനകരൻ എന്ന് പറയുമ്പോൾ എന്താ? ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. കഥാപാത്രത്തിന്റെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്നു കഥയിലെ സ്ഥാനം. ഇനി കഥാപാത്രത്തിന്റെ വേഷം, രൂപം, സ്വഭാവം എന്നിവ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. കഥാപാത്രത്തിന്റെ വേഷം, രൂപം, സ്വഭാവം, പിന്നെയോ പെരുമാറ്റം, ഭാഷ, അതുപോലെ തന്നെ സമാന സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ. കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക മക്കൾ. ഇതൊക്കെ വെച്ച് നമുക്കൊരു കഥാപാത്ര നിരൂപണം എഴുതി നോക്കിയാലോ? സാറാ ജോസഫ് എഴുതിയ ആദി എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളൊരാളാണ് ദിനകരൻ. കായലാൽ ചുറ്റപ്പെട്ട ആദിയിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ദിനകരന് ആ നാടിനുള്ള ആത്മബന്ധം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. വികസനത്തിന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ ആദിയിൽ വേലിയിറക്കത്തിനും വേലിയേറ്റത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നാടിന്റെ സ്വാഭാവികമായ ഒഴുക്ക് തന്നെ അപകടത്തിലായി. ദിനകരന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. പുറം ലോകം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ആരും കൈനീട്ടി തൊടാനില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന തൻ്റെ ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്കവാരിയുമൊക്കെ സമാധാനമായി ജീവിക്കുക എന്ന സ്വപ്നം. എന്നാൽ എല്ലാം പതിയെ മാറി. അതിലൊന്നും ചെയ്യാതിരിക്കാൻ കഴിയാതെ സങ്കടവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്താണ്? ആ കഥാപാത്രത്തെ പരിചയപ്പെടുന്നു. കഥാപാത്രത്തിനായ മാനസിക സംഘർഷങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ അവതരിപ്പിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കഥാപാത്ര നിരൂപണം എഴുതി പൂർത്തിയാകും. മക്കളെ, ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് തീർച്ചയായും ഉണ്ടാകും. ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അടിപൊളിയായി ആത്മവിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യണം? നമ്മുടെ എക്സാമിനെ നേരിടുക.